നമുക്ക് ഇതിനകത്ത് പേരിടാൻ സംഭവമുണ്ട്. പേരിടാൻ ഓർഗാനിക് കെമിസ്ട്രി ഇതിനകത്ത് IUPAC നെയിമിങ് ഏറ്റവും നിങ്ങൾക്ക് പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമായിരിക്കും. IUPAC നെയിമിങ് ആ ഒരു സംഭവം നമുക്ക് പറയാനുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് പേരിടുക എന്നൊരു ചടങ്ങാണ് ഇനി ഉള്ളത്. മെയിനായിട്ട് മേജർ പേരിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഇനി പേരിടലുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ ലാസ്റ്റ് മെറ്റൽ കാർബണിൽസിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്, വെർണേഴ്സ് തിയറി ഉണ്ട്, ദെൻ കോർഡിനേഷൻ നമ്പർ, ഡിഫറൻസ് ബിറ്റ്വീൻ ഡബിൾ സാൾട്ട് ആൻഡ് പിന്നെ ആംബിഡൻറ്റേറ്റ് ലിഗാൻഡ് EDT എന്നൊക്കെ പറഞ്ഞ് ലിഗാൻഡുകളുടെ കുറച്ച് സംഭവങ്ങളും അതിനകത്ത് അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ബാക്കി ഇതൊക്കെ അതിനകത്ത് ഇല്ല, വല്ലാണ്ടില്ല. ഓക്കെ ഓക്കെ സ്പെക്ട്രോകെമിക്കൽ സീരീസ് ഒന്നും അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, ലാസ്റ്റ് ഭാഗത്തിലാണ്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ പേരിടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് പേരിടലിലോട്ട് പോകാം. പേരിടൽ വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമില്ല, 2 മാർക്ക് എന്താ ചെയ്യുക നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ പേരിടാൻ പോവുകയാണ്. കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ നെയിമിങ്. അപ്പം ഇതാണ് ഫസ്റ്റ് പേരിടുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് പേരിടുന്ന ചടങ്ങിലോട്ട് പോകുമ്പം റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് എന്നാണ്. അപ്പം എല്ലാവരും നോക്കൂ, ഇവിടെ ആർക്കാണ് പേരിടേണ്ടത്? CO NH3 H2O ബ്രോമിനും ഉണ്ട്, പിന്നെ ബ്രോമിൻ പുറത്തും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഇതിനകത്ത് ഇങ്ങനെയാണ് ഇതിനകത്ത് നമ്മുടെ കോമ്പൗണ്ട്. CO ഉണ്ട്, NH3 എത്ര ഉണ്ട്? NH3 4 ഉണ്ട്, പിന്നെ അവിടെ ബ്രോമിൻ ഉണ്ട്, പിന്നെ എന്തുണ്ട്? H2O ഉണ്ട്, ബ്രോമിൻ ഉണ്ട്, പിന്നെ ബ്രോമിൻ ഉണ്ട്. അപ്പം ഇതാണ് കോമ്പൗണ്ട്. H2O ഉണ്ട്, ബ്രോമിൻ ഉണ്ട്, ബ്രോമിൻ ഉണ്ട്, H2O ഉണ്ട്, ബ്രോമിൻ ഉണ്ട്, പിന്നെ പുറത്തൊരു Br2 ഉണ്ട്. അപ്പൊ ഈ ഒരു കോമ്പൗണ്ടിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പേരിടേണ്ടത്. H2O Br2. അപ്പൊ നമ്മൾ പേരിടുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, നിങ്ങൾ എന്താ നോക്കേണ്ടത്? സ്ക്വയർ ബ്രാക്കറ്റിന് തൊട്ടടുത്ത് ആരാണ് ഉള്ളത് എന്ന് നോക്കുക. സ്ക്വയർ ബ്രാക്കറ്റിന്റെ തൊട്ടടുത്തുള്ളത് കൊബാൾട്ട് ആണ്. ഇതെന്താണ്? CO എന്ന് പറഞ്ഞാൽ കൊബാൾട്ട് എന്നാണ്. അപ്പം സ്ക്വയർ ബ്രാക്കറ്റിന്റെ തൊട്ടടുത്തുള്ള ആളായിരിക്കും മെയിൻ ആള്. ഇയാളാണ് എന്ത്? മെയിൻ ആള്, മെയിൻ എലമെന്റ്, മെറ്റൽ, മെയിൻ സെൻട്രൽ ആറ്റം അല്ലെങ്കിൽ സെൻട്രൽ അയോൺ എന്ന് വിളിക്കുന്ന സംഭവം ഇതാണ്. അപ്പൊ അയാൾ അങ്ങ് മാറ്റി നിർത്താം. അയാളെ തൽക്കാലത്തേക്ക് എന്ത് ചെയ്യുക? മാറ്റി നിർത്തുക. അയാൾ ഒന്നും ചെയ്യേണ്ട, അയാൾ അവിടെ നിന്നോട്ടെ. സെൻട്രൽ മെറ്റൽ ആറ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യുക? മാറ്റി നിർത്തി. ഇനി ബാക്കിയുള്ള ആളുകളെ നോക്കുക. ഇതിന്റെ പേരിടാൻ നിങ്ങൾക്ക് അറിയണം. ഇത് അമീനാണ്, ഇത് അക്കോ എന്നാണ്, ഇത് ബ്രോമിഡോ എന്നാണ്. ഉള്ളിൽ ബ്രോമൈഡ് ക്ലോറൈഡ് ഒക്കെ വന്നാൽ ഈ ഐഡുകൾ വരുന്നത്, ബ്രോമൈഡ് ക്ലോറൈഡ് ഒക്കെ വരുന്നത് ബ്രോമിഡോ ക്ലോറിഡോ അങ്ങനെയാണ് പറയാം. അപ്പം ഇതിനകത്ത് ഇപ്പം ഇനി ആൽഫാബറ്റ് വെച്ച് നോക്കുക. അപ്പം നിങ്ങൾ അമോണിയക്ക് എങ്ങനെയാണ് പേര് വരിക? അമ്മീൻ എന്നാണ്. വെള്ളത്തിന് അക്കോ എന്നാണ്. ബ്രോമിന് ബ്രോമിഡോ എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പേരിൽ ഇനി ആൽഫാബറ്റിൽ ആരാണ് ഫസ്റ്റ് വരിക? എയും എമ്മുമാണ് ആൽഫാബറ്റിക്കലി ഫസ്റ്റ്, പിന്നെ എയും ക്യൂയുമാണ്, പിന്നെയാണ് B ഉള്ളത് തുടങ്ങുക. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ വേണം പേര് പറയാൻ. അതിൽ തന്നെ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. അമോണിയ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിലാണ്, ഇത് 4 ഉണ്ട്. അപ്പൊ 4 അമോണിയ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ 4നെ ടെട്ര എന്നാണ് പറയുക. ടെട്ര അമ്മീൻ. 4 എന്തുണ്ട്? അവിടെ സ്പേസ് ഒന്നും വേണ്ട, നേരെ അങ്ങോട്ട് ചേർത്ത് എഴുതാം. ടെട്ര അമ്മീൻ, അക്കോ അക്കോ, ബ്രോമിഡോ ബ്രോമിഡോ. ഇനി നമ്മൾ ആരെ പറയണം? മെയിൻ ആളെ പറയണം. അപ്പൊ കൂടെയുള്ള ആളുകളാണ് ഇവര്. ഇത് ലിഗാൻഡുകളാണ്. അപ്പം കോർഡിനേഷൻ കോമ്പൗണ്ടിൽ തുടങ്ങുന്നത് എന്തായിരിക്കും? സ്ക്വയർ ബ്രാക്കറ്റിന്റെ തൊട്ടടുത്തുള്ളതായിരിക്കും മെയിൻ ആള്, കൊബാൾട്ട്. അതാരായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മിക്കതും നമ്മൾ നേരത്തെ പഠിച്ച ശക്തി, വിക്രമൻ, ഫെക്കോ, നിക്കൂസൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നവരായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ കോർഡിനേഷൻ കോമ്പൗണ്ട് എങ്ങനെയായിരിക്കും തുടങ്ങുക? കോർഡിനേഷൻ കോമ്പൗണ്ട് തുടങ്ങുന്നത് ഒരു മെറ്റലിൽ, ഒരു സ്റ്റാർട്ടിങ് ഒരു മെറ്റൽ ഉണ്ടാവും സ്ക്വയർ ബ്രാക്കറ്റിന് തൊട്ടടുത്ത്. അത് മിക്കവാറും ആരൊക്കെ ആയിരിക്കും? ശക്തി, വിക്രമൻ, ഫെക്കോ, നിക്കൂസൻ. ഈ സംഭവമായിരിക്കും ഫെക്കോ, നിക്കൂസൻ. അപ്പം ഇത്രയും ആളുകളിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. അല്ലാണ്ടെയും വരും, പ്ലാറ്റിനം വരും, പലേഡിയം വരാം, പ്ലാറ്റിനം വരാം, പല പല മെറ്റലുകൾ വരാം. പക്ഷെ കൂടുതലും ഇതൊക്കെയാണ് കാണാറുള്ളത്. ടൈറ്റാനിയത്തിനെ കാണാറുണ്ട്, അയേണിനെ കാണാറുണ്ട്, കൊബാൾട്ട്, നിക്കല്, കോപ്പർ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിക്കുക. സിങ്ക് കാണാം, മാംഗനീസ്, ക്രോമിയം ഒക്കെ കാണാം.
ക്രോമിയം കാണാം, വനേഡിയം കാണാം. അപ്പൊ ഇതൊക്കെ കാണും. അപ്പൊ ഈ ഒരു മെറ്റലുകൾ ഇവിടെ അങ്ങനത്തെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. അപ്പൊ അതിനെ നമ്മൾ ഇനി പറയണം. ബ്രോമിഡോ കഴിഞ്ഞാൽ ഇനി നിങ്ങൾ എന്ത് പറയണം? കൊബാൾട്ട് എന്ന് പറയണം. അപ്പൊ അയാളെ അവസാനമാണ് പറയേണ്ടത്. അപ്പം അതുമായി ഇനി അയാൾക്ക് നമ്പർ പറയണം. അയാൾക്ക് ബ്രാക്കറ്റിൽ എന്ത് പറയണം? ഒരു നമ്പർ പറയണം. അപ്പം എങ്ങനെ അയാളുടെ നമ്പർ കണ്ടുപിടിക്കും? അയാളല്ലാത്ത എല്ലാവർക്കും എന്ത് കൊടുക്കുക? ചാർജ് കൊടുക്കുക. അല്ലാത്ത എല്ലാവർക്കും. അപ്പം എല്ലാവർക്കും നമുക്ക് ചാർജ് കൊടുത്ത് നോക്കാം. അയാളല്ലാത്ത എല്ലാവർക്കും ചാർജ് കൊടുക്കുക. അപ്പൊ അയാളല്ലാത്ത ആരൊക്കെ ഉണ്ട്? അവർക്കൊക്കെ ചാർജ് കൊടുക്കാം. അയാളുടെ ചാർജ് ബ്രാക്കറ്റിൽ നമ്മൾക്ക് ഇവിടെ എഴുതണം. അപ്പൊ അയാളല്ലാത്ത ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ അമോണിയ ഉണ്ട്. അമോണിയക്ക് എന്താണ് ചാർജ്? 0 വെള്ളത്തിന് എന്താ ചാർജ്? 0 ബ്രോമിന്റെ ചാർജ് എന്താ? ബ്രോമിൻ, ക്ലോറിൻ അതൊക്കെ -1 ആണ്. സയനൈഡും -1 ആണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബ്രോമിന് -1 ആണ്. അപ്പൊ ഇനി ഇവിടെ എല്ലാവർക്കും സ്ക്വയർ ബ്രാക്കറ്റ് എല്ലാവർക്കും ചാർജ് കൊടുക്കണം. ഈ ബ്രോമിനും എന്താണ്? -1 ആണ്. പക്ഷെ 2 ബ്രോമിൻ ഉണ്ട്. അപ്പൊ -1 ഉണ്ടാകും. എന്നിട്ട് അയാൾക്ക് ചാർജ് കൊടുക്കണ്ട. അയാളല്ലാത്ത എല്ലാവർക്കും ചാർജ് കൊടുത്തില്ലേ? ഇനി ഇതൊക്കെ അങ്ങോട്ട് ആഡ് ചെയ്യാം. അപ്പൊ എന്താ വരിക? 0 പ്ലസ് 0 പ്ലസ് -1 പ്ലസ് -1 പ്ലസ് -1 എന്ന് പറഞ്ഞാൽ -3 എന്ന് കാൽക്കുലേറ്റർ അങ്ങ് പറഞ്ഞു തരും. അപ്പം -3 ആണ്. ഇയാളല്ലാത്ത എല്ലാവരുടെയും ചാർജ് കൂട്ടുക. അപ്പം എന്ത് കിട്ടി? -3 കിട്ടി. അങ്ങനെയെങ്കിൽ ഇയാളുടെ ചാർജ് എന്താണ്? ഇയാളുടെ ചാർജ് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, +3 ആയിരിക്കും. അപ്പം അതാണ് ഇവിടെ നിങ്ങൾ ബ്രാക്കറ്റിൽ 3 എന്ന റോമൻ നമ്പറിൽ എഴുതേണ്ടത്. അപ്പം ഇതാണ് IUPAC നെയിമിങ്ങിന്റെ ബേസിക് എന്ന് പറഞ്ഞാൽ. എന്താണ്? നമ്മുടെ കോമ്പൗണ്ട് ഇതാണ്. ഒരു സ്ക്വയർ ബ്രാക്കറ്റിന്റെ തൊട്ടടുത്ത് ഒരു മെറ്റൽ ഉണ്ടാകും. ഇതാണ് സെൻട്രൽ മെറ്റൽ. ഇതാണ് ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിലെ മെയിൻ ആള്, കൊബാൾട്ട്. സെൻട്രൽ മെറ്റൽ ആറ്റം. അയാളെ നിങ്ങൾ അങ്ങ് മാറ്റി നിർത്തുക. കൂടെ ആരൊക്കെ ഉണ്ട് എന്ന് നോക്കുക. 5 അമോണിയ ഉണ്ട്, ഒരു വെള്ളമുണ്ട്, ഒരു ബ്രോമിൻ ഉണ്ട്, പിന്നെ പുറത്ത് ബ്രോമിൻ ഉണ്ട്. അതവിടെ നിന്നോട്ടെ. ഇനി ഇയാളുടെ പേര് വേണ്ട, ബാക്കിയുള്ളവരുടെ പേരൊക്കെ എഴുതി വെക്കുക. അങ്ങനെ അമോണിയക്ക് എന്താണ്? അമ്മീനാണ്. H2O അക്കോ എന്നാണ്. ബ്രോമിന് ബ്രോമിഡോ എന്നാണ്. അതങ്ങോട്ട് എഴുതി വെക്കുക. ഇനി എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. ഇവിടെ 4 എണ്ണമാണ്. ഓക്കെ, അത് നല്ല 6 എണ്ണമാണ്. മാക്സിമം ലിഗാൻഡുകൾ എത്രയാണ് ഉണ്ടാവുക? 6 ആണ്. അപ്പൊ ഇയാൾ 4 എണ്ണം ആയാൽ പിന്നെ 5 വെള്ളം, പിന്നെ 1 ബ്രോമിന്, അങ്ങനെ 6 എണ്ണം. മാക്സിമം 6 ആളുകളേക്ക് കൊള്ളത്തുള്ളൂ. അപ്പം 4 എണ്ണം ഉണ്ട്. അപ്പൊ 4 എണ്ണത്തിന് ടെട്ര എന്നാണ്. അപ്പൊ ടെട്ര, അമ്മീൻ, അക്കോ, ബ്രോമിഡോ. ഇനി കൂടെ ഉള്ളവരെല്ലാം പറഞ്ഞു. ഇനി ഇയാള് പറയാം, കൊബാൾട്ട്. ഇനി എന്ത് ചെയ്യണം? ഇനി അയാളില്ലാത്ത എല്ലാവർക്കും ചാർജ് കൊടുക്കുക. അമോണിയക്ക് ചാർജ് 0, വെള്ളത്തിന് ചാർജ് 0, ബ്രോമിന് -1. അത് നിങ്ങൾ കാണാതെ പഠിക്കണം. ബ്രോമിന് -1 ആണ്. ഇവിടെ 2 ബ്രോമിൻ ഉണ്ട്. അപ്പൊ -1 എന്ന് വരും, -2 എന്ന് വരും. അപ്പൊ മൊത്തത്തിൽ ചാർജ് കൂട്ടുക. എല്ലാം പുറത്തും അകത്തും ഒക്കെ ഉള്ള. ഇയാളുടെ ചാർജ് വേണ്ട. അപ്പം എല്ലാം കൂട്ടിയാൽ -3 എന്ന് കിട്ടും. അതിന്റെ ഓപ്പോസിറ്റ് +3 ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ കൊബാൾട്ടിന്റെ ചാർജ് എന്താണ്? +3. അത് ഇങ്ങനെയാണ് എഴുതേണ്ടത്, 3 എന്നാണ് എഴുതേണ്ടത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സ്പേസ് വിടണം. ഇവർക്കൊന്നും സ്പേസ് വേണ്ട. ഇതെല്ലാം അടുപ്പിച്ച് അങ്ങോട്ട് പറയണം. ഒരു സ്പേസ് പോലും വിടണ്ട. ഒരൊറ്റയടിക്ക് ടെട്ര, അമ്മീൻ, അക്കോ. ഇവിടെ ഒന്നും സ്പേസ് വേണ്ട കേട്ടോ. ലാസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്തുള്ള ആളെ പറയുമ്പോൾ ഒരു സ്പേസ് വേണം. ബ്രോമിഡോ എന്നല്ല ഇവിടെ ബ്രോമിനെ പറയാ. അവിടെ എന്താണെങ്കിലും ബ്രോമൈഡ് എന്നാണ് പറയാ. ക്ലോറൈഡ്, ബ്രോമൈഡ്, അങ്ങനെ. മനസ്സിലായില്ല? അപ്പൊ ഇതാണ് അതിന്റെ പേരിടൽ സംഭവം. അപ്പൊ ഇപ്പം പേരായി. ഇപ്പം പേരെന്താണ്? ടെട്ര. അവിടെ അമോണിയ 4 എണ്ണം ഉണ്ട്. അപ്പൊ ടെട്ര അമ്മീൻ. വെള്ളം ഒരു പ്രാവശ്യമാണുള്ളത്. അക്കോ. പിന്നെ എന്തുണ്ട്? ഉള്ളില് ബ്രോമിഡോ എന്നാണ് ബ്രോമിൻ എന്നാ പറയാ. പിന്നെ എന്തുണ്ട്? കൊബാൾട്ട് ഉണ്ട്. അതിന്റെ ചാർജ് എത്രയാണ്? 3 ആണ്. പിന്നെ ഒരു സ്പേസ് കഴിഞ്ഞിട്ട് ബ്രോമൈഡ്. അപ്പം ഇതാണ് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ പേര്. ടെട്ര അമ്മീൻ, അക്കോ, ബ്രോമിഡോ, കൊബാൾട്ട് 3, ബ്രോമൈഡ്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് ഇതിനകത്ത് കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ പേരിടേണ്ടത്. ഇനി നമുക്ക് അടുത്ത കോമ്പൗണ്ടിന്റെ പേരിട്ട് നോക്കാം. അടുത്ത കോമ്പൗണ്ട് പേരിടാൻ എന്താണ്? കുറച്ച് പാടാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞുതരാം. അതിന് മുന്നേ നമുക്ക് ഇതുപോലുള്ള മറ്റു കോമ്പൗണ്ടുകൾ ഉണ്ടാകും. ഇതിനെ ഒന്ന് പേരിട്ട് നോക്കാം. ഇതിനെങ്ങനെയാ പേര് വരിക? നിങ്ങളൊന്ന് നോക്കൂ. അമോണിയ 5 എണ്ണം ഉണ്ട്. അപ്പം പെൻഡ അമ്മീൻ, പിന്നെ ബ്രോമിഡോ,
കൊബാൾട്ട്, ഇവിടെ ചാർജ് കൊടുക്കുക. അപ്പം ഇതിനകത്ത് എങ്ങനെയാണ് ഇതിന്റെ പേര് വരിക എന്ന് നോക്കാം നമുക്ക്. അപ്പൊ ഇവിടെ കൊബാൾട്ട് നമ്മൾ എന്താ പറഞ്ഞത്, ഇവിടെ എന്തുണ്ട്, കൊബാൾട്ട് അവിടെ നിന്നോട്ടെ. കൂടെ അമോണിയ എത്ര ഉണ്ട്, 5 ഉണ്ട്. ബ്രോമിനും ഉണ്ട്. അപ്പൊ 6ആയി. ഉള്ളിൽ മാക്സിമം 6 ആളാണ് ഉണ്ടാവുക. ഇയാൾ മെയിൻ ആളാണ്, അയാൾക്ക് ചുറ്റും ഉള്ളവരാണ് ഇവര് ലിഗാൻഡുകൾ. അപ്പം ഇനി പുറത്ത് എന്തുണ്ട്, സൾഫേറ്റും ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇയാളെപ്പം പറയണ്ട, ബാക്കിയുള്ളവരെ പറയാം. അപ്പൊ അമ്മീനാണ്, NH3 എന്ന് പറഞ്ഞാൽ അമ്മീനാണ്. അത് 5 ഉണ്ട്. 5 എന്നതിന് നമ്മൾ പെൻഡ എന്നാണ് പറയാ, പെൻഡ അമ്മീൻ. ബ്രോമിനെ നമ്മൾ ബ്രോമിഡോ എന്നാണ് പറയാ, ബ്രോമിഡോ. പിന്നെ നമ്മൾ കൊബാൾട്ടിനെ പറയണം, മെയിൻ ആളെ പറയണം. സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലെ ബാക്കി എല്ലാവരെയും പറഞ്ഞു, ഇനി ഇയാളെ ബാക്കിയുള്ളൂ. അപ്പൊ അയാളെ പറയണം. അയാളുടെ ചാർജ് എങ്ങനെ കണ്ടുപിടിക്കും? അമോണിയയുടെ ചാർജ് 0ആണ്, ബ്രോമിൻ്റെത് -1 ആണ്, സൾഫേറ്റിൻ്റെത് -2 ആണ്. അത് പഠിച്ചു വെക്കണം. അപ്പൊ എത്രയായി? -3 ആയില്ലേ മൊത്തം. അങ്ങനെയെങ്കിൽ ഇയാളുടേത് എന്താണ്? +3 ആണ്. അപ്പം പൊതുവെ കൊബാൾട്ടൊക്കെ എന്താണ്, +3യിലാണ് പൊതുവെ കാണാറുള്ളത്. കോർഡിനേഷൻ കോമ്പൗണ്ടിൽ വളരെ +2ലും കാണാറുണ്ട്, എന്നാലും +3 ആണ് നിങ്ങൾക്ക് അധികം വരിക. അപ്പൊ നിങ്ങൾ മിക്കവാറും ഇതിനകത്ത് 3 എന്നുള്ള നമ്പറാണ് വരിക. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇത് സൾഫേറ്റ് ആണ്. അപ്പൊ നമുക്ക് പുറത്ത് എന്ത് ചെയ്യണം? സൾഫേറ്റ് എന്ന് എഴുതും. അപ്പം ഇതിനകത്ത് പേരിടുന്ന രീതി മനസ്സിലായവർ അതിനകത്ത് ലൈക്ക് അടിച്ചേ. പെൻഡ അമ്മീൻ, ബ്രോമിഡോ, കൊബാൾട്ട് 3, സൾഫേറ്റ്. അപ്പം ഇങ്ങനെയാണ് ഇതിനകത്ത് പേരിടുന്നത്. അത് സംഗതി നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നിങ്ങൾ നമുക്ക് അടുത്ത പേരിടുന്ന സംഭവം, ഇവിടെ ഈ നിക്കലിന്റെ പേരൊന്നിട്ടേ. ഇവിടെ നിക്കലിന്റെ സംഭവത്തിനകത്ത് ഇതിങ്ങനെ ഉണ്ട്, ഈ സ്ക്വയർ ബ്രാക്കറ്റിന് ഉള്ളിലാണ് NiCO4. അപ്പൊ ഇങ്ങനെയാണ് NiCO4, ഇങ്ങനെയാണ് ഇതിന്റെ ആക്ച്വൽ. അതായത് ഇങ്ങനെ Ni നിക്കൽ വരും. നിക്കൽ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ മെയിൻ ആളാരാണ്? നിക്കലാണ്. അയാളുടെ കൂടെ ലിഗാൻഡുകളായിട്ട് കാർബണിൽ ഗ്രൂപ്പുകളാണ്, അത് 4 ഉണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ പേര്. ഇനി ഇതിന് നിങ്ങൾ പേരിടണം. ഇതിനെങ്ങനെ പേരിടും? കമോൺ, എങ്ങനെ പേരിടും? പറയൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഫസ്റ്റ് ആരെയാ പറയേണ്ടത്? കൂടെയുള്ള ആളുകളെയാണ് പറയേണ്ടത്. അപ്പൊ കൂടെയുള്ള ആരാണ്? അതിനെ കാർബണിൽ ഗ്രൂപ്പ് എന്നാണ് പറയുക. അപ്പൊ എത്ര കാർബണിലുണ്ട്? 4 കാർബണിലുണ്ട്. അപ്പൊ എത്രയാ വരിക? ടെട്രാ കാർബണിൽ. പിന്നെ എന്ത് പറയണം? നിക്കൽ എന്ന് പറയണം. ടെട്രാ കാർബണിൽ നിക്കൽ. നിക്കലിന്റെ സ്റ്റേറ്റ് എന്താ? ഈ കാർബണിന്റെ 0 ആണ്. അപ്പൊ പിന്നെ വേറെ ഒന്നുമില്ല. അപ്പൊ നിക്കലിൻ്റെതും എന്ത് വരും? 0 എന്ന് വരും. മനസ്സിലായോ? അതിനകത്ത് ആരെന്ത് ഡൗട്ട് ചോദിച്ചാ? നിക്കലിന്റെ 0 ആണ്, കാരണം കാർബണിന്റെ എന്താണ്? 0 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിക്കലിൻ്റെവും 0 എന്ന് വരും. മനസ്സിലായില്ലേ? അപ്പൊ ടെട്രാ കാർബണിൽ നിക്കൽ എന്നാണ് അതിനകത്ത് പേര് വരിക. മനസ്സിലായോ? അപ്പം എന്താണ് ഇത്? കാർബണിൽ ഗ്രൂപ്പാണ്. ഇത് 4 ഉണ്ട്. അപ്പൊ ടെട്രാ കാർബണിൽ. പിന്നെ നിക്കലാണ്. നിക്കലിന്റെ ചാർജ് കൊടുക്കണം. അതെങ്ങനെ കൊടുക്കും? കാർബണിന്റെ 0 ആണ്. അപ്പം എല്ലാ കൂട്ടി നോക്കിയാൽ 0 ആണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? 0 തന്നെയാണ്. 0ക്ക് 0 തന്നെയല്ലേ ഉള്ളൂ. അപ്പൊ 0 ആണ്. അപ്പം ടെട്രാ കാർബണിൽ നിക്കൽ എന്നുള്ള രീതിയിൽ അതിനകത്ത് ഇതിന്റെ പേര് വരും. അപ്പം ഈ പേരിടൽ നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലായോ? ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടായിരിക്കും വരിക. മനസ്സിലായോ? ടെട്രാ കാർബണിൽ നിക്കൽ. അതെ. അപ്പം ടെട്രാ കാർബണിൽ നിക്കൽ, ഇത് നിങ്ങൾ കാണാതെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ടെട്രാ കാർബണിൽ നിക്കൽ, കാരണം ഇത് തന്നെയാണ് ചോദിക്കുക. മനസ്സിലായില്ലേ? ടെട്രാ കാർബണിൽ നിക്കൽ. ഇത് വേറെ ഒന്നും, ഇതിനകത്ത് വേറെ ഒന്നും ഇതില്ല. ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാഗ്യമാണ്. കാരണം ഇതിന്റെ പേരങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഇതിന്റെ IUPAC നെയിമിങ് എന്താണ്? ഭയങ്കര സിമ്പിളാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. നിക്കൽ എന്നുള്ളതിന് എന്താണ്? ഇതാ ഗിവ് ദ IUPAC നെയിമിങ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോമ്പൗണ്ട് അങ്ങ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ പേരെന്താണ് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഇറ്റ് ഈസ് ടെട്രാ കാർബണിൽ നിക്കൽ. അപ്പം നിക്കൽ ഉണ്ടാകും, ഒരു CO4 ഉണ്ടാകും. ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ദിസ് ഈസ് ടെട്രാ കാർബണിൽ. ഇത് കാർബണിൽ ഗ്രൂപ്പാണ്. അപ്പം 4 കാർബണിൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ടെട്രാ കാർബണിൽ, പിന്നെ നിക്കലാണ്. അപ്പൊ നിക്കൽ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ചാർജ് ഇത് 0 ആണ്. അങ്ങനെയെങ്കിൽ ഇതിനും 0 ആണ്. മൊത്തത്തിൽ 0 ആണ്. അപ്പം ഇതാണ് അതിന്റെ IUPAC നെയിം. അപ്പം ഇതും നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലായി. പിന്നീട് IUPAC നെയിമിങ് അതിനകത്തുള്ളത് ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇതിന്റെ പേരാണ്.
ഇതിൻ്റെ പേരപ്പോൾ എങ്ങനെയാണ് വരിക? ഇതും നിങ്ങൾ അതിനകത്ത് പറഞ്ഞ സംഭവമാണ്. എന്താണ്? കൊബാൾട്ടിൻ്റെ കൂടെ 4 അമോണിയവും ക്ലോറിനും. കൊബാൾട്ടിൻ്റെ കൂടെ 4 അമോണിയമാണ്, പിന്നെ 2 ക്ലോറിനാണ്, പുറത്തും ക്ലോറിനാണ്. അപ്പോൾ എങ്ങനെയാണ് വരിക? നമ്മൾ കൊബാൾട്ടിനെ പറയേണ്ട, മാറ്റി നിർത്തുക. അമോണിയം 4 എണ്ണം, അപ്പോൾ എന്താണ്? ടെട്രാ അമ്മീൻ. ഇനി എത്ര ക്ലോറിൻ ഉണ്ട്? 2 ക്ലോറിൻ. അപ്പോൾ ക്ലോറിനൊക്കെ ബ്രോമിനൊക്കെ വന്നാൽ ക്ലോറിഡോ, ബ്രോമിഡോ എന്നാണ് പറയുക. അപ്പോൾ ഡൈക്ലോറിഡോ എന്നാണ് പറയുക. ടെട്രാ അമ്മീൻ ഡൈക്ലോറിഡോ. ഇനി കൊബാൾട്ട് പറയണം, കൊബാൾട്ട്. ഇനി ബ്രാക്കറ്റിൽ അതിൻ്റെ ചാർജ്. അതെങ്ങനെയാണ് പറയുക ബ്രാക്കറ്റിൽ ചാർജ്? അതല്ലാത്ത എല്ലാവർക്കും എന്ത് ചെയ്യുക? ചാർജ് കൊടുക്കണം. അപ്പം അതിനകത്ത് എങ്ങനെയാണ്? ഇതാണ് CONH3 പിന്നെ എന്തുണ്ട്? CONH3 Cl2Cl. ഇതാണ് കോമ്പൗണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? കൊബാൾട്ടിനെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവർ, ഇവിടെ 4 എണ്ണം ഉണ്ട് അമോണിയ. അപ്പം ടെട്രാ, സ്പേസ് ഒന്നും വേണ്ട, ഒരുമിച്ച് എഴുതുക, അമ്മീൻ. പിന്നെ 2 ക്ലോറിനാണ്, അതുകൊണ്ട് ഡൈ എന്നാണ് 2നെ വിളിക്കുക. ഡൈക്ലോറിഡോ, 2 ക്ലോറിൻ ഉണ്ട്. ഇനി കൊബാൾട്ടിനെ പറയാം. ഉള്ളിലുള്ളവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു, പുറത്തുള്ള ആളെ അവസാനമാണ്, അത് നോക്കണ്ട. ഉള്ളിലുള്ളവർ കഴിഞ്ഞു. അപ്പോൾ ഇനി കൊബാൾട്ട് പറയാം. കൊബാൾട്ട്. ഇനി അതിൻ്റെ ചാർജ് നോക്കണം. ചാർജ് അമോണിയക്ക് നമുക്കറിയാം 0 ആണ്, വെള്ളം 0 ആണ്. ക്ലോറിൻ -1 ആണ്, പക്ഷേ 2 ക്ലോറിൻ ഉണ്ട്. അപ്പം -1 -2 എന്നാകും. പിന്നെ ചാർജ് നോക്കുമ്പോൾ പുറത്തുള്ളതിൻ്റെ നോക്കണം. അപ്പോൾ ഈ ക്ലോറിനും -1 ആണ്. അപ്പോൾ മൊത്തത്തിൽ എന്തായി? -3 ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ കൊബാൾട്ട് എന്താണ്? +3 ആണ്. അപ്പോൾ കൊബാൾട്ട് അമോണിയൻ്റെ കൂടെ പലപ്പോഴും +3 വരിക. അത് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞാൽ തന്നെ ആൻസർ കിട്ടും. അപ്പോൾ ടെട്രാ അമ്മീൻ ഡൈക്ലോറിഡോ കൊബാൾട്ട് 3. ഇനി പുറത്ത് എന്താണ്? പുറത്ത് ക്ലോറിനൊക്കെ ആണെങ്കിൽ ക്ലോറൈഡ്, ബ്രോമിൻ ആണെങ്കിൽ ബ്രോമൈഡ്, സൾഫേറ്റ് ആണെങ്കിൽ സൾഫേറ്റ്, അത്രേ ഉള്ളൂ. അപ്പം പേര് ഈ സ്പേസ് വേണം. പുറത്തുള്ള ആളെ പറയുമ്പോൾ അയാൾ ഒരു ഗ്യാപ്പ് ഇട്ട് വേണം നിർത്താൻ. ഓക്കെ ആണോ? മനസ്സിലായോ? യെസ്. അപ്പം ഇതാണ് ഇതിനകത്ത് കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ പേരിടുന്നത്. ഇനി നമുക്ക് വേറെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേറെ എക്സാമിന് വന്ന പേരിടൽ നോക്കാം. ഇതിൽ 2 എണ്ണം അത് വേറെ ടൈപ്പാണ്. രണ്ടാമത്തെ നമുക്ക് അതിൻ്റെ റൂള് വേറെയാണ്, അത് പറയാം. അതിന് മുന്നേ ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പറയാവുന്നതാണ്. ഈ ഒരു സംഭവത്തിൻ്റെ പേര് ക്രോമിയത്തിൻ്റെ കൂടെ എന്തുണ്ട്? ക്രോമിയം. അതിനകത്ത് ക്രോമിയത്തിൻ്റെ കൂടെ H2O 6 എണ്ണമാണ്, പിന്നെ പുറത്ത് Cl3യുമാണ്. അതാണ് ഈ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത്. യെസ്. അപ്പം എങ്ങനെ പറയും? നമുക്ക് ഇയാളെ മാറ്റി നിർത്തണം. സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ തൊട്ടടുത്തുള്ള ആളെ പറയണ്ട, ബാക്കി ആളെ സ്ക്വയർ ബ്രാക്കറ്റിന് ഉള്ളിലുള്ളവരെ പറയാം. ഇത് അക്കോ എന്നാണ്. 6 എണ്ണത്തിന് ഹെക്സ എന്നാണ്, ഹെക്സ അക്കോ. അപ്പം 2 എണ്ണത്തിന് ഡൈ, 3 എണ്ണത്തിന് ട്രൈ, 4 എണ്ണത്തിന് ടെട്ര, 5 എണ്ണത്തിന് പെൻഡ, മാക്സിമം 6 ഉണ്ടാവുള്ളൂ. 6 എണ്ണത്തിന് ഹെക്സ. അത്രേ പഠിക്കാനുള്ളൂ ഇതിനകത്ത്. അപ്പോൾ ഇവിടെ ഉള്ള എണ്ണം നോക്കിയിട്ട് ഇതിൻ്റെ ഹെക്സ അക്കോ. ഇനി ക്രോമിയം. അപ്പോൾ ഉള്ളിൽ ഇനി ആരുമില്ല. ഇനി ക്രോമിയം പറയാം. ഹെക്സ അക്കോ ക്രോമിയം. അതിൻ്റെ നമ്പർ നോക്കാം. വെള്ളത്തിൻ്റെ 0 ആണ്. ക്ലോറിൻ നമുക്കറിയാം -1 ആണ്. അങ്ങനത്തെ 3 എണ്ണം ഉണ്ട്. അപ്പം -1 -3 ആണ്. അങ്ങനെയെങ്കിൽ ക്രോമിയത്തിന് എന്താണ്? +3 ആണ്. ക്രോമിയത്തിനും മിക്ക കേസിലും അതിനകത്ത് +3 തന്നെയാണ് വരാറുള്ളത്, ചിലപ്പോൾ +2 വരാറുണ്ട്. ഓക്കെ. ഹെക്സ അക്കോ ക്രോമിയം. ഇനി ഒരു സ്പേസ് ഇട്ടിട്ട് പുറത്ത് ആരാണ്? ക്ലോറൈഡ് ആണ്. പുറത്തുള്ളത് ജസ്റ്റ് ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ മതി, ഒരു സ്പേസ് ഇട്ടിട്ട്. അപ്പം ഇതിനകത്ത് പേര് വരിക ഹെക്സ അക്കോ ക്രോമിയം. അതുവരെ സ്പേസ് ഒന്നും വേണ്ട, ആ നമ്പറൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് ക്ലോറൈഡ്. അപ്പം ഇതാണ് ഇതിനകത്ത് പേര്. അപ്പം ഇതും ഇതിനകത്ത് മനസ്സിലായോ? അപ്പം ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് നേടാവുന്നതാണ്. ഇനി പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വന്നത് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതെപ്പോഴും ചോദിക്കുന്നതാണ് ഈ പ്ലാറ്റിനത്തിൻ്റെ പേര്. അപ്പോൾ പ്ലാറ്റിനത്തിൻ്റെ കേസിൽ എന്താണ്? പ്ലാറ്റിനത്തിൻ്റെ കൂടെ NH3 2 എണ്ണം ഉണ്ട്, ക്ലോറിൻ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പം എന്താ വരിക? ഇങ്ങനെ വരുമ്പം നിങ്ങൾ പ്ലാറ്റിനമാണല്ലോ മെയിൻ ആൾ. സ്ക്വയർ ബ്രാക്കറ്റ് കഴിഞ്ഞ് തുടങ്ങുന്ന ആളാണ് മെയിൻ ആൾ. അയാളിപ്പം പറയണ്ട, ബാക്കി പറയാം. അപ്പം എന്താ? ഡൈ അമ്മീൻ അല്ലേ? ഡൈ അമ്മീൻ. ആൽഫാബറ്റ് നോക്കണം. അമ്മീനാണ്, എ ആണ് ഫസ്റ്റ്, പിന്നെയാണ് C ക്ലോറിഡോ വരുന്നത്. അതുകൊണ്ട് അമ്മീൻ ആദ്യം പറയണം. ഡൈ അമ്മീൻ, 2 അമ്മീനാണ്. അപ്പം ഡൈ അമ്മീൻ ഡൈ ക്ലോറിഡോ, 2 ക്ലോറിൻ ഉണ്ട്, ഡൈ ക്ലോറിഡോ. ഇനി പ്ലാറ്റിനം പറയണം.
പ്ലാറ്റിനത്തിൻ്റെ നമ്പർ അപ്പം നോക്കണം. നമ്പർ എന്താ? ഇവിടെ അമോണിയക്ക് 0 എല്ലാവർക്കും അറിയാം. ക്ലോറിൻ്റെ -1 ആണ്, പക്ഷെ 2 ക്ലോറിൻ ഉണ്ട്. അപ്പം -1 -1 -2 ആണ്. അപ്പോൾ പ്ലാറ്റിനം എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് +2 ആണ് പ്ലാറ്റിനത്തിന് വരിക. അപ്പം 2 എന്ന് എഴുതണം. അപ്പം ഇതാണ് ഡൈ അമ്മീൻ ഡൈ ക്ലോറിഡോ പ്ലാറ്റിനം 2. കാരണം സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്ത് പിന്നെ ആരുമില്ല. മനസ്സിലായോ? അപ്പം ഈ രീതിയിലാണ് ഇതിനകത്ത് എന്ത് ചെയ്യുക, പേരിടുക. അപ്പം ഇതും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇതിനകത്തുള്ളത് ടെട്രാ കാർബണിൽ നിക്കൽ നമ്മൾ പറഞ്ഞതാണ്. ഇത് വേറെ ടൈപ്പാണ്, അത് നമുക്ക് പിന്നീട് പറയാം. പിന്നീട് ഇപ്പം ഇതിനകത്തുള്ളത് K3FeCN6 ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സാധനമുണ്ട്. ഓക്കെ, അപ്പം ഇനി 2 സംഭവങ്ങളാണ്. ഒന്ന് K3FeCN6. K3FeCN6 വേണ്ട, അത് ഡിഫറെൻറ്റ്, അത് നമുക്ക് അത് ആനിയോണിക് കോംപ്ലക്സ് ആണ്, അത് വേണ്ട. ഇനി ഇതിനകത്തുള്ളത് CONH3 5CO3Cl ഇതാണ്. അപ്പം എന്താണ് CONH3 ഇതാണ് ഒരു ഡിഫിക്കൽട്ട് ആയിട്ട് വന്നിട്ടുള്ളത്. CONH3 5CO3Cl. അപ്പം എന്താണ് സംഭവം? ഇവിടെ നമുക്കറിയാം ഇത് അമ്മീനാണ്. സ്ക്വയർ ബ്രാക്കറ്റ് തൊട്ട് തുടങ്ങുന്ന ആളെ നമുക്ക് വേണ്ട. ഇത് അമ്മീനാണ്. ഇതെന്താണ്? കാർബണേറ്റോ എന്നാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. CO3 എന്താണ് വിളിക്കുക? കാർബണേറ്റോ. അപ്പം ഇവിടെ അമ്മീനും കാർബണേറ്റും വരുമ്പോൾ A ആണ് ഫസ്റ്റ് തുടങ്ങേണ്ടത്. അപ്പം 5 അമ്മീനുണ്ട്. പെൻഡ അമ്മീനാണ് അപ്പം വരിക. അവിടെ എന്തുണ്ട്? 5 അമ്മീനുണ്ട്. പെൻഡ അമ്മീൻ, പെൻഡ അമ്മീൻ, പെൻഡ അമ്മീൻ, കാർബണേറ്റോ, കാർബണേറ്റോ. ഇനി കൊബാൾട്ട് പറയാം. കൊബാൾട്ടിന്റെ ബ്രാക്കറ്റിൽ എന്ത് പറയണം? അപ്പോൾ ഈ കാർബണേറ്റോ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. CO3 അതിന്റെ ചാർജ് എന്താണെന്നറിയോ? -2 ആണ്. അതിന്റെ ചാർജ് എന്താണ്? -2 ആണ്. അമോണിയ നമുക്കറിയാം 0 ക്ലോറിൻ -1 ആണെന്നറിയാം. അപ്പം -3 ആണ്. അങ്ങനെയെങ്കിൽ കൊബാൾട്ട് എന്താണ്? +3 ആണ്. അപ്പം ഇവിടെ അത് എഴുതി. അപ്പോൾ കാർബണേറ്റോന്റെ കേസ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിന്റെ പേരും പറയാൻ പഠിച്ചാൽ മതി. ബാക്കി പുറത്ത് എന്താണ്? ക്ലോറൈഡ് ആണ്. അപ്പം ഇത് മനസ്സിലായോ? ഇത് മനസ്സിലായെങ്കിലേക്ക് അടിച്ച് പെൻഡ അമ്മീൻ, കാർബണേറ്റോ, കൊബാൾട്ട് 3, ക്ലോറൈഡ്. അപ്പം അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. കാർബണേറ്റോന്റെ ചാർജ് പഠിക്കണം, -2 ആണെന്നും കാർബണേറ്റോ പേര് അങ്ങനെയാണ് പറയുക എന്നും പഠിക്കണം. അപ്പം കാർബണേറ്റൊക്കെ -2 ആയതുകൊണ്ട് ക്ലോറിന് -1 ആണ്. അപ്പോൾ ബാക്കിയുള്ളവരുടെ ചാർജ് എന്താണ്? -3 ആണ്. അപ്പോൾ കൊബാൾട്ടിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പം ഇതാണ് IUPAC നെയിമിങ്ങിലെ പേരിടുന്ന സംഭവം. ഇത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാകാം, പക്ഷേ ഇതിനകത്ത് പഠിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ്. പിന്നീട് ഇതിനകത്ത് അപ്പം അതും നമ്മൾ ഇതിനകത്ത് പറഞ്ഞു. അപ്പം ഇതിനകത്ത് ആർക്കെങ്കിലും ഇതിനകത്ത് പേരിടുന്നത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. പിന്നെ ഇതിനകത്ത് ഇനി ഉള്ളത് ഇതിനകത്ത് ഒന്നുകൂടി ഇതിനകത്തുണ്ട് വേറെ പേരിടാൻ. ഇല്ല, ഇതൊക്കെ വേറെ ആനിയോണിക് കോംപ്ലക്സസ് ആണ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ പേരിടുന്ന സംഭവത്തിൽ ഇതൊന്ന് പേരിടാനുണ്ട്. ഇത് 2025 വന്നതാണ്. പിന്നെ ഇവിടെ ഒരു പേരിടാനുണ്ട്, 2 എണ്ണം. അതിനകത്ത് അത്രയേ അതിനകത്ത്. പിന്നെ ഇത് നമ്മൾ പേര് തിരിച്ച് ആക്കാനുള്ളതുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഇതിനകത്ത് ഇനി പേരിടാനുള്ളത് ആർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി പേരിടാനുള്ളതാ ഈ ഒരു കോമ്പൗണ്ടുകൾ. ഒരു മിനിറ്റ്, ഇതിപ്പം പേരിട്ടല്ലോ. ഇത് പിന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിരിക്കും. ഇത് പേരിടാനൊന്നും ഇല്ല, ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. കൊബാൾട്ടിൻ്റെ കൂടെ എന്താണ്? 6 അമോണിയ, പിന്നെ പുറത്ത് എന്താണ്? 3 Cl3. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. കൊബാൾട്ടിൻ്റെ കൂടെ അമോണിയമാണ് 6 എണ്ണം എന്നുള്ളതിന് ഹെക്സ എന്നാണ് വിളിക്കുക. പിന്നെ അമോണിയത്തിന് അമ്മീൻ എന്നാണ് പറയുക. അപ്പോൾ എക്സ അമ്മീൻ. അപ്പോൾ കൂടെയുള്ളവരൊക്കെ പറഞ്ഞു. ഇനി ഇയാളെ പറയുക കൊബാൾട്ടാണ്. എക്സ അമ്മീൻ കൊബാൾട്ട്. ഇനി അയാളുടെ ചാർജ് പറയാം. അമോണിയൊക്കെ 0 ക്ലോറിൻ്റെ ഇവിടെ പുറത്തുള്ള ചാർജ് -3 ആണ്. അതായത് ഒരു ക്ലോറിൻ -1 ആണ്. അങ്ങനത്തെ 3 എണ്ണം ഉണ്ട്. അപ്പം -1 -1 -1 എന്ന് വരും. അപ്പം -3 എന്ന് വരും. അപ്പം -3 ആയി. അപ്പോൾ ഓപ്പോസിറ്റ് കൊബാൾട്ടിൻ്റെ എന്താണ്? +3 ആണ്. അപ്പോൾ നമ്മൾ കണ്ട കേസിലൊക്കെ കൊബാൾട്ട് എന്താണ്? +3 ആണ്. ഇനി എന്ത് ചെയ്യുക? പുറത്ത് ക്ലോറൈഡ് ആണ്. അപ്പോൾ ക്ലോറൈഡ് എന്ന് പറയാം. അപ്പോൾ ഇതും നമ്മളതിനകത്ത് പേരിട്ടു. ഇത് വളരെ എളുപ്പമല്ലേ? എക്സ അമ്മീൻ കൊബാൾട്ട് 3 ക്ലോറൈഡ്. ഓക്കെ അല്ലേ?
ഇതും പ്രത്യേകിച്ച് അതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി അതിനകത്ത് പേരിടാൻ പിന്നീടുള്ളത് ഇത് നമ്മൾ പറഞ്ഞതാണ് എട്ര അമ്മീൻ. ഓക്കെ, ഇത് പിന്നെ ഇതാണ് കഴിഞ്ഞ 2025 ചോദിച്ചത് സേ എക്സാമിന്. ഇത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാകും. ഇത് കുറച്ച് ഒരു സംഭവമാണ്. അതായത് ഇങ്ങനെയാണ്: CONH3 ക്ലോറിഡ്, പിന്നെ NO2, പിന്നെ Cl. അപ്പോൾ NO2 ഇങ്ങനെ ബ്രാക്കറ്റും ഉണ്ട്. ഇനി ഇതിനകത്ത് നോക്കുമ്പം കൊബാൾട്ട് നമ്മൾ പറഞ്ഞു മെയിൻ ആളാണ്, തുടങ്ങുന്ന ആള്, അയാളെ വേണ്ട. പിന്നെ NH3 അപ്പോൾ ഇതിന് നമുക്കറിയാം അമ്മീനാണ്. ഇത് നമുക്കറിയാം ക്ലോറിഡോ എന്നാണ് പറയേണ്ടത് Clനെ. NO2 വന്നാൽ പേര് പഠിച്ചു വെക്കണം, നൈട്രിറ്റോ N എന്നാണ് വിളിക്കുക. നൈട്രിറ്റോ N. അപ്പം ഇനി എങ്ങനെ പേരിടും? പുറത്തൊരു ക്ലോറിൻ അല്ലേ, പുറത്തെന്താണ് ക്ലോറിനാണ്. ഓക്കെ, ഇനി പേരിടേണ്ടത് അമ്മീൻ എ ആണ് ഫസ്റ്റ്, പിന്നെ C, പിന്നെ N. അപ്പോൾ ആൽഫാബറ്റിക്കൽ ഓർഡറിൽ അമ്മീനാണ് ഫസ്റ്റ്. അത് 4 ഉണ്ട്. അപ്പോൾ ടെട്രാ അമ്മീൻ. പിന്നെ ക്ലോറിഡോ, അത് ഒന്നേ ഉള്ളൂ, അപ്പോൾ ക്ലോറിഡോ എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഇവിടെ NO2ൻ്റെ പേര് നൈട്രിറ്റോ N എന്നാണ്. അപ്പോൾ നിങ്ങൾ നൈട്രിറ്റോ N എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഹൈഫൺ ഇടണം. ഇനി കൊബാൾട്ടിനെ പറയാം. കൊബാൾട്ടിൻ്റെ ചാർജ് പറയാം. അപ്പം NO2ൻ്റെ ചാർജ്, അപ്പോൾ കൊബാൾട്ടിൻ്റെ ചാർജ് അവിടെ എന്ത് വരും? കൊബാൾട്ടിൻ്റെ ചാർജ് നിങ്ങൾ നോക്കുക. NO2ന് നമ്മൾ എന്താണ് -1. കൊബാൾട്ടിൻ്റെ എന്താ? ക്ലോറിൻ നമുക്കറിയാം -1. ഈ ക്ലോറിൻ നമുക്കറിയാം -1. പിന്നെ അമോണിയ 0. അപ്പോൾ -3 ആണ്. അപ്പോൾ കൊബാൾട്ടിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റ് +3 ആണ് വരിക. അപ്പോൾ കൊബാൾട്ട് 3. പിന്നെ അവിടെ പുറത്ത് എന്തുണ്ട്? ക്ലോറിൻ ഉണ്ട്. അതുകൊണ്ട് ക്ലോറൈഡ്, ഒരു സ്പേസ് ഇട്ടിട്ട് എന്ത് ചെയ്യുക? ക്ലോറൈഡ് എന്ന് പറയാം. ഇവിടെ ഞാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് എഴുതുന്നത്. ഇത് മനസ്സിലായോ? NO2ൻ്റെ പേര് പഠിച്ചു വെക്കണം, വേറെ ഒന്നും വ്യത്യാസമില്ല. നൈട്രിറ്റോ എന്നും അതിൻ്റെ ചാർജ് പഠിച്ചു വെക്കണം, മൈനസ് ആണ്. മനസ്സിലായോ? അപ്പം ഇതാണ് അതിനകത്ത്. അപ്പം ഈ രീതിയിൽ നിങ്ങൾ അതിനകത്ത് വളരെ സിമ്പിൾ ആക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുള്ളൂ. ഇത് കുറച്ചൊന്ന് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് ഈ ഒരു പീരീഡിലാണ്. അപ്പം അതിനകത്ത് ഇപ്പം ഈ ഒരു പീരീഡിലാണ് അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാവുക. മനസ്സിലായില്ലേ? അപ്പം നൈട്രിറ്റോ N എന്ന് പറയുന്ന ഒരു സംഭവം. പിന്നെ കഴിഞ്ഞ 2025 മോഡലിന് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. അത് മിക്കവാറും നിങ്ങളുടെ പബ്ലിക്കിന് ചിലപ്പോൾ റിപ്പീറ്റ് അടിക്കാൻ സാധ്യത ഉണ്ട്. ഇത് നിങ്ങൾ എങ്ങനെയാണ് പേരിടുക എന്ന് നോക്കിയേ. The compound COSO4 Cl5NH3 react with AgNO3 to give white precipitate but does not react with barium chloride. Answer the following question. അപ്പം ഇതിൽ നിന്നും എന്താണ് നമുക്ക് മനസ്സിലാവുക? ഇതൊരു എന്താ പറയുക, ഇതൊരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇത് അത്യാവശ്യം A+ ലെവലിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. A+ കഴിഞ്ഞ് ഫുൾ മാർക്കിലോട്ട് വേണമെങ്കിൽ എത്താവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ഇതിനകത്ത് COSO4 പിന്നെ നമുക്ക് എന്താ തന്നത്? Cl, പിന്നെ എന്താ തന്നത്? 5NH3. ഇതെന്താ പറഞ്ഞത്? ഈ സംഭവം റിയാക്ട് വിത്ത് AgNO3. AgNO3യുമായിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ സാധനം നമ്മുടെ കോമ്പൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? AgNO3യുമായി പ്രവർത്തിക്കുന്നുണ്ട്. AgNO3 ആയിട്ട് പ്രവർത്തിക്കണമെങ്കിൽ എന്താണ്? ഇതൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. കാരണം 5 അമോണിയ, സൾഫേറ്റ്, കൊബാൾട്ട് ഒക്കെ വരുമ്പോൾ ഇതൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അങ്ങനെ വന്നാൽ തന്നെ നിങ്ങൾക്കറിയാം അമോണിയ എന്തായാലും ഉള്ളിലുണ്ടാകും, അതും നിങ്ങൾക്കറിയാം. പിന്നെ ഇവിടെ കൺഫ്യൂഷൻ ആരാണ്? സൾഫേറ്റ് ആണോ ഉള്ളില്, ക്ലോറിൻ ആണോ പുറത്ത്, അതോ ക്ലോറിൻ ആണോ ഉള്ളില്, സൾഫേറ്റ് ആണോ പുറത്ത്? ഇങ്ങനെ 2 കേസുകൾ ഇതിനകത്ത് വരാം. മനസ്സിലായില്ലേ? അപ്പം ഇതിനകത്ത് വേണമെങ്കിൽ ക്ലോറിൻ അകത്ത് വരാം, അപ്പോൾ 6 ആളായി, സൾഫേറ്റ് പുറത്ത് പോകാം. അല്ലെങ്കിൽ ഈ 2 കേസുകൾ ഇതിനകത്ത് സംഭവിക്കാം. അപ്പം നമുക്കിപ്പം ഏതാണെന്ന് പറയില്ല. ഇവിടെ മൊത്തത്തിലാണ് അവിടെ തന്നിരിക്കുന്നത്. COSO4 Cl5NH3 react with AgNO3 to give white precipitate. AgNO3യുമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ക്ലോറിൻ ആണ് പുറത്ത് എന്നാണ്. ഒരു റിയാക്ഷനിൽ ഒരു കോമ്പൗണ്ടിനോട് AgNO3 പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്ലോറിൻ എന്തായാലും പുറത്തുണ്ട് എന്നാണ്.
അപ്പം ഇതാണ് കോമ്പൗണ്ട് വരിക. AgNO3യുമായിട്ട് ഒരു കോമ്പൗണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിലെ ക്ലോറിൻ എന്തായാലും മിനിമം ഒരു ക്ലോറിൻ എങ്കിലും അതിനകത്ത് പുറത്ത് വേണം. അപ്പം ഈ ഒരു സ്ട്രക്ചർ അതിനകത്ത് പോസിബിൾ അല്ല. അപ്പം നമുക്ക് അതിൽ നിന്ന് കൃത്യമായി പിന്നെ ബട്ട് ഡസിൻ റിയാക്ട് വിത്ത് ബേറിയം ക്ലോറൈഡ്. ബേറിയം ക്ലോറൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ബേറിയം ക്ലോറൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുക പുറത്ത് സൾഫർ വരുമ്പോഴാണ്. ബേറിയം ക്ലോറൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുക ഇയാളാണ്, ഇയാൾ ചെയ്യൂല. ഇയാൾ പുറത്ത് ക്ലോറിൻ വന്ന ബേറിയത്തിനായിട്ടുള്ള റിയാക്ഷൻ സിൽവറിനായിട്ടാണ്. അപ്പൊ പുറത്ത് ക്ലോറിൻ വന്ന സിൽവർ ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മുടെ കോമ്പൗണ്ട് AgNO3യുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പുറത്ത് ക്ലോറിൻ ആണ്. എന്നാലോ ബേറിയമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. ബേറിയമായിട്ട് റിയാക്ട് ചെയ്യുന്നത് പുറത്ത് സൾഫർ വരുന്നതാണ്. അപ്പൊ ഇത് നമ്മുടെ കോമ്പൗണ്ട് ഇത് റിയാക്ട് ചെയ്യും, ബേറിയമായിട്ട് എന്ത് ചെയ്യും, ഈ കോമ്പൗണ്ട് റിയാക്ട് ചെയ്യും. പക്ഷെ നമ്മുടെ കോമ്പൗണ്ടിൽ എന്താണ്, പുറത്തല്ല സൾഫർ, സൾഫേറ്റ് പുറത്തുണ്ടെങ്കിലാണ് ബേറിയമായിട്ട് റിയാക്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ കോമ്പൗണ്ട് ഇതുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്, അപ്പൊ ക്ലോറിൻ പുറത്താണ്. ഇതുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ സൾഫേറ്റ് പുറത്തല്ല. അപ്പൊ നമ്മുടെ കോമ്പൗണ്ട് ഇതാണെന്ന് മനസ്സിലായി. അപ്പൊ അത് നിങ്ങൾ ക്വസ്റ്റ്യനിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യന്റെ ഒരു ബുദ്ധിമുട്ട്. നോക്കൂ നിങ്ങൾ, ദ കോമ്പൗണ്ട് കൊബാൾട്ട് സൾഫേറ്റ് ക്ലോറിൻ 5NH3 അവരങ്ങ് പരത്തി തന്നിരിക്കുകയാണ്. ഏതാണ് പുറത്ത് ഏതാണ് അകത്ത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കാര്യം അവിടെ ക്ലൂ തന്നിട്ടുണ്ട്. റിയാക്ട് വിത്ത് ഈ കോമ്പൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, സിൽവറുമായി പ്രവർത്തിക്കുന്നുണ്ട്. സിൽവറുമായി പ്രവർത്തിക്കാന്ന് പറഞ്ഞാൽ തന്നെ ക്ലോറിൻ പുറത്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ബേറിയമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല, ബേറിയമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ സൾഫർ പുറത്തല്ല. ഈ സംഗതി അതിനകത്ത് മനസ്സിലായി കഴിഞ്ഞാൽ അതിന്റെ കോമ്പൗണ്ട് നിങ്ങൾക്ക് വരയ്ക്കാനും പിന്നെ അതിന്റെ പേരിടാനും നിങ്ങൾക്ക് അറിയാം. അപ്പം അതിൽ പിന്നെ ചോദിച്ചത് അതിന്റെ പേരിടാനാണ്. അപ്പം നമുക്ക് ഈ കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? സിൽവറുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോറിൻ പുറത്തുണ്ട്, അപ്പം ഇങ്ങനെയാണ് സ്ട്രക്ചർ വരിക എന്ന് മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. അപ്പം ഇതാണ് അതിനകത്ത് സ്ട്രക്ചർ വരിക. അപ്പം ഇനി ആ സ്ട്രക്ചറിന്റെ പേര് നമുക്ക് എഴുതി നോക്കാം. അപ്പൊ എന്താണ് പറഞ്ഞത്, ഇങ്ങനെ പരത്തിയിട്ട് അവരൊരു കോമ്പൗണ്ട് അങ്ങ് തന്നു. COSO4 5NH3 Cl. ഇവിടെ ക്ലോറിൻ 5NH3. അപ്പൊ ഇതാണ് ഇതെന്താന്ന് പോലും പലർക്കും അങ്ങോട്ട് എന്തായിട്ടുണ്ടാവില്ല, മനസ്സിലായിട്ടുണ്ടാവില്ല. Cl 5NH3. കാരണം ഇതൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്, സ്ക്വയർ ബ്രാക്കറ്റ് ഒക്കെ ഇട്ട് തരേണ്ടതാണ്. പക്ഷെ അവരങ്ങ് പരത്തി തന്നിട്ട് പറഞ്ഞു ഇതെന്ത് ചെയ്യുന്നുണ്ട്, സിൽവറുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം തന്നെ മനസ്സിലാക്കി ഇതിന്റെ കൃത്യമായ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കൊബാൾട്ട് എന്തായാലും സെൻട്രൽ മെയിൻ ആറ്റമാണ്, അത് സ്ക്വയർ ബ്രാക്കറ്റ് കഴിഞ്ഞാൽ വരും. പിന്നെ ആരാണ് ഇതിനകത്ത്, അമോണിയ 5 എണ്ണം ഉണ്ട് എന്ന് നമുക്കറിയാം. അതെന്തായാലും ഉള്ളിൽ തന്നെയാണ്, കാരണം ഉള്ളിൽ 6 ആൾ മാക്സിമം വരും, കൊബാൾട്ടിന്റെ കൂടെയൊക്കെ 6 ആൾ വരും. പിന്നെ ഒരു ക്ലോറിനും വന്നു. പക്ഷേ ക്ലോറിൻ ഉള്ളിൽ വരില്ല. സിൽവറുമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ക്ലോറിൻ എന്ത് ചെയ്യണം, ക്ലോറിൻ പുറത്തായാലേ പറ്റത്തുള്ളൂ. അപ്പം സൾഫേറ്റ് ഉള്ളിൽ വന്നിട്ട് ക്ലോറിൻ പുറത്ത് പോകണം. അപ്പം സിൽവറുമായിട്ട് പ്രവർത്തിക്കും, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകും. അപ്പം ഇതിന്റെ പേരിടാനാണ് ചോദ്യം. അടുത്തത് റൈറ്റ് IUPAC നെയിം എന്നാണ് അതിന്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പം ഇതിന്റെ പേര് നമ്മൾ ഓൾറെഡി നേരത്തെ ഇട്ടതാണ്. നേരത്തെ ഇതിനകത്ത് അമ്മീൻ എത്ര എണ്ണം ഉണ്ട്, 5 എണ്ണം ഉണ്ട്. അപ്പൊ പെൻഡാ അമ്മീൻ. ഇനി എന്ത് വരും, പിന്നെ സൾഫേറ്റ്. അപ്പൊ സൾഫേറ്റോ എന്നാണ്. സൾഫേറ്റിനൊക്കെ എന്താ പറയാ, ലാസ്റ്റ് വരുന്നതിനൊക്കെ ഏറ്റോ എന്നാണ് പറയാ, സൾഫേറ്റോ. പെൻഡാ അമ്മീൻ സൾഫേറ്റോ. കൊബാൾട്ട്. ഇനി എന്ത് വരും, ഇവിടെ ചാർജ് നോക്കാം. ക്ലോറിയത്തിന്റെ -1 ആണ് ക്ലോറിൻ്റെത്. സൾഫേറ്റിൻ്റെത് -2 ആണ്. അമോണിയം 0 ആണ്. അപ്പൊ -2 -1 എന്താണ്, -3 ആണ്. കൊബാൾട്ടിൻ്റെത് അപ്പോഴും എന്തുതന്നെയാണ്, +3 ആണ്. അപ്പൊ മിക്ക ഇതുവരെ ചെയ്ത കേസുകളൊക്കെ കൊബാൾട്ട് എന്താണ്, 3 ആണ്. പിന്നെ എന്താണ്, അപ്പൊ കൊബാൾട്ട് അതിനകത്ത് നിങ്ങൾക്ക് ഏകദേശം നോക്കിയാൽ തന്നെ പെട്ടെന്ന് കൊബാൾട്ട് 3 ആണെന്ന് നിങ്ങളെ മനസ്സിലോട്ട് വരുമ്പോൾ നോക്കിയാൽ തന്നെ ഐഡിയ കിട്ടും. അപ്പം പിന്നെ വരിക പുറത്ത് ക്ലോറൈഡ് ആണ്. ഒരു സ്പേസ് ഇട്ടിട്ട് എന്ത് പറയാ, ക്ലോറൈഡ് എന്ന് പറയാ. സോ ദിസ് ഈസ് ദ IUPAC നെയിം. ഇത് മനസ്സിലായോ? സൾഫേറ്റിന് സൾഫേറ്റോ, വേറെ ഇവിടെ വ്യത്യാസങ്ങളൊന്നുമില്ല. അതിന്റെ ചാർജ് നോക്കാം, -2 ആണ്. ഇനി നിങ്ങളോട് എന്താ ചോദ്യം, വാട്ട് ഈസ് ദ കോർഡിനേഷൻ നമ്പർ? അവിടെ അതിന്റെ കോർഡിനേഷൻ നമ്പർ എന്താണ്? കോർഡിനേഷൻ നമ്പർ എന്ന് ചോദിച്ചാലേ ഈ കൊബാൾട്ടിന്റെ കൂടെ സ്ക്വയർ ബ്രാക്കറ്റിൽ എത്ര ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് കോർഡിനേഷൻ നമ്പർ. എന്താണ് കോർഡിനേഷൻ നമ്പർ? കൊബാൾട്ടിന്റെ കൂടെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എത്ര ആളുകളുണ്ട്.
5 അമോണിയ ഉണ്ട്, ഒരു സൾഫേറ്റ് ആണ്, അല്ല 4 സൾഫേറ്റ് അല്ല. സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ SO4 എന്നാണ്, അത് ഒറ്റ ഒന്നാണ്, മനസ്സിലായില്ലേ? അപ്പോൾ 5ഉം 1ഉം 6, അതായത് മാക്സിമം കൊബാൾട്ടിൻ്റെ കൂടെ ഒക്കെ 6 ആളുകളാണ് ഉണ്ടാവുക. അത് നിങ്ങൾക്ക് ലോജിക്കലി ചിന്തിച്ചാൽ തന്നെ അറിയാം. കൊബാൾട്ട് ക്രോമിയം ഒക്കെ 6കളാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ 5 ആളും പിന്നെ 1ആണ്, അല്ലാതെ 5, 4, 9 ഒന്നും ഒരിക്കലും വരില്ല. മാക്സിമം കോർഡിനേഷൻ നമ്പർ 6ആണ്. കൊബാൾട്ടിൻ്റെ കൂടെ മാക്സിമം വരച്ചാൽ ഉണ്ടാകാൻ പറ്റുക നിൽക്കുന്ന ആളുകൾ 6എണ്ണമാണ്. അപ്പോൾ തന്നെ അറിയാം 5 അമോണിയം 1 സൾഫേറ്റുമാണ്. അപ്പോൾ കോർഡിനേഷൻ നമ്പർ ചോദിച്ചാൽ സ്ക്വയർ ബ്രാക്കറ്റിൽ ആ മെറ്റലിൻ്റെ കൂടെ എത്ര ആളുകളുണ്ട് എന്നുള്ളതാണ്. പുറത്തുള്ള ആളുകളെ കൂട്ടാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അപ്പം ഇതിനകത്ത് നിങ്ങൾക്കറിയാം ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്താണ്. കൊബാൾട്ടിൻ്റെ ഒക്കെ കോർഡിനേഷൻ നമ്പർ എന്താണ്, 6 ആണ് മിക്ക കേസിലും വരാറുള്ളത്. അപ്പം ഇതിനകത്ത് കോർഡിനേഷൻ നമ്പർ ഓഫ് സെൻട്രൽ മെറ്റൽ എന്താണ്, 6 ആണ്. ഇത് മനസ്സിലായവർ ലൈക്ക് അടിച്ചേ. കൂടെ എത്ര ആളുണ്ട് എന്നുള്ളതാണ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത്. 5 അമോണിയയും 1 സൾഫേറ്റും 6ആണ്. അപ്പം അതും നിങ്ങൾക്ക് മനസ്സിലായി. വാട്ട് ഈസ് ദ കോർഡിനേഷൻ നമ്പർ ഓഫ് സെൻട്രൽ മെറ്റൽ അയോൺ ഇൻ ദ കോമ്പൗണ്ട്? അപ്പം 6ആണെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി. ഇനി അതിനകത്ത് അപ്പം ഇതായിരുന്നു അതിൻ്റെ ക്വസ്റ്റ്യൻ, മനസ്സിലായില്ലേ? കോർഡിനേഷൻ നമ്പർ 6. അപ്പം ഇത്രയുമാണ് ഇതിനകത്ത് പേരിടലുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് വന്ന ക്വസ്റ്റ്യനുകൾ, മനസ്സിലായില്ലേ? ഇനി പേര് തന്നിട്ട് തിരിച്ച് നമുക്ക് കോമ്പൗണ്ട് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ് ഇതിനകത്ത് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ഇനിയിപ്പം ഒരു കാറ്റഗറി കൂടി അതിനകത്ത് നമുക്ക് പേരിടാനുള്ളതുണ്ട്. അതിന് മുന്നേ നിങ്ങൾ ഈ സംഭവം എന്ത് ചെയ്യുക, ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൂട്ടോ. ഇതിനകത്ത് ഇതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എക്സസൈസ് ചെയ്യാം. നിങ്ങൾ എന്നിട്ട് ട്രൈ ചെയ്തിട്ട് ശരിയാ നോക്കൂ. ഈ പേരുകളൊക്കെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ആൻസർ കറക്റ്റാണ് നോക്കൂട്ടോ. പിന്നെ ഇതിൻ്റെ പേര് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ഇത് രണ്ടിൻ്റെയും ആൻസർ. അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ട്രൈ ചെയ്തിട്ട് ശരിയാണോ എന്ന് ശരിയാവുന്നുണ്ടോ എന്ന് നോക്കാം. 2 മാർക്ക് എന്തായാലും ഷുവറാണ്, ഇതൊരു ഉറപ്പാണ്. എല്ലാ കൊല്ലവും 2 മാർക്ക് ഉണ്ടാവും. ഇതിൻ്റെ പേരും ചിലതൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും, 2 മാർക്ക് ഇതിനെ വെറുതെ കളയുന്നു. അപ്പം ഇതിനും നിങ്ങൾ പേരിട്ട് നോക്കുക. പിന്നെ ഇതിൻ്റെ പേര് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൽ രണ്ടാമത്തെ ഞാൻ പറയുന്നുണ്ട്, അത് ആനിയോണിക് കോംപ്ലക്സ് ആണ്. അപ്പോൾ അതിൻ്റെ പേരിടലിൽ കുറച്ച് റൂളുകൾ മാറ്റമുണ്ട്, അത് പറയാം. ഇതൊക്കെ ഞാൻ സെയിം ആണ്, പേരിട്ടതാണ് നമ്മൾ. പിന്നെ ഇതും നമ്മൾ പേരിട്ടതുണ്ട്, ഇതിനകത്ത് പേര് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഇതെല്ലാം. പിന്നെ ഈ ഒരു കോമ്പൗണ്ട് ഇത് വേണ്ട, ഇത് നമുക്ക് പറയാനുള്ളതാണ്. ഇത് പിന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ്, അത് വേണ്ട. ഇതിനകത്തെ ഈ സിയുടെ പേര് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൂ. സിയുടെ കാർബണേറ്റോ വരുമ്പം കാർബണേറ്റോയുടെ ചാർജ് -2 ആണ് കേട്ടോ. കാർബണേറ്റോയുടെ ചാർജ് എന്താണ്, -2 ആണ്. ഓക്കെ. പിന്നീട് ഇനി ഇതിനകത്ത് ഇതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഇതൊക്കെ നമ്മൾ പേരിട്ടതാണ്. അതിലൊരു കാറ്റഗറി പേരിടാനുണ്ട്, പിന്നെ ഇതിടാനുള്ളതാണ്. ഇതും അതിനകത്ത് എടുത്ത് വെച്ചോളൂ. ഇത് നിങ്ങൾ ഫസ്റ്റത്തെ നമ്മൾ പേര് ഫസ്റ്റത്തെ ഓൾറെഡി ഇട്ടതാണ് ഇതിനകത്ത്. ഫസ്റ്റത്തെ ഇപ്പം എടുത്തോളൂ സ്ക്രീൻഷോട്ട്. പിന്നീട് പിന്നെ ഇതും സ്ക്രീൻഷോട്ട് എടുത്തോളൂ, ഇതിൻ്റെ പേര്. പിന്നെ ഇതാണ് നമ്മുടെ കഴിഞ്ഞ വർഷം ചോദിച്ചതിൻ്റെ ഇതും സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ പേരിടൽ ഏകദേശം എളുപ്പമുള്ളതൊക്കെ വന്നാൽ ചെയ്യാൻ പറ്റും. ഇനി തിരിച്ച് ചോദിക്കുന്നത് കണ്ടോ, പെൻഡ അമ്മീൻ ക്ലോറിഡോ കൊബാൾട്ട് 3 ക്ലോറൈഡ്. അപ്പം എന്താ ചോദ്യം, പെൻഡ അമ്മീൻ. അപ്പം ചോദ്യം ഇങ്ങനെയാണ്, പെൻഡ അമ്മീൻ. അപ്പം നിങ്ങൾ അതിൻ്റെ കോമ്പൗണ്ട് ഉണ്ടാക്കണം. പെൻഡ അമ്മീൻ ക്ലോറിഡോ കൊബാൾട്ട് 3 ക്ലോറൈഡ്. കൊബാൾട്ട് 3 ക്ലോറൈഡ്. അപ്പം ഇതിനെങ്ങനെ പേരിടും? പെൻഡ അമ്മീന് നമുക്കറിയാം മെയിൻ ആൾ ഈ ചാർജ് വരുന്ന ആളാണ്. അപ്പം തന്നെ നമുക്കത് കൊബാൾട്ടാന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് അവിടെ എഴുതി വെക്കാം. പിന്നെ ആൽഫാബറ്റ് അനുസരിച്ച് ഇങ്ങനെ നോക്കുക, അമ്മീൻ എത്ര ഉണ്ട്, 5 എണ്ണം ഉണ്ട്. അപ്പം പെൻഡ അമ്മീൻ 5 എണ്ണം. പിന്നെ ക്ലോറിഡോ എന്ന് പറഞ്ഞാൽ എന്താണ്, അകത്ത് വരുമ്പോഴാണ് ക്ലോറിഡോ എന്ന് വരിക, അത് Cl ആണ്. പിന്നെ കൊബാൾട്ടൊക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി പുറത്ത് എന്താണ്, ക്ലോറൈഡ് ആണ്. പക്ഷെ അത് എത്ര ഉണ്ട് എന്ന് നോക്കണമെങ്കിൽ നിങ്ങൾ എന്ത് നോക്കണം, ചാർജ്. കൊബാൾട്ടിൻ്റെ ചാർജ് എന്താണ്, 3 ആണ്. കൊബാൾട്ടിന് എന്താണ്, +3 ആണ്. അപ്പം ഇനി ഓപ്പോസിറ്റ് എന്താകണം,
-3 ആകണം. ബാക്കിയുള്ളവരുടെ എന്താകണം? -3 ആകണം. അപ്പോൾ അമോണിയക്ക് 0 ക്ലോറിന് -1 ആണ്. അപ്പം ഇനി എന്ത് വേണം? -2 വേണം എന്ന് പറഞ്ഞാൽ പുറത്ത് എന്ത് വേണം? 2 ക്ലോറിൻ വരണം. അപ്പോൾ ആ ലോജിക്ക് എപ്പോഴല്ലേ ചാർജ് ഈക്വൽ ആയത്? ഇപ്പം -1 -2 -3 അത് വെച്ച് വേണം പുറത്ത് ആ നമ്പർ ഇടാൻ. ഇത് മനസ്സിലായോ? ലോജിക്ക് മനസ്സിലായോ? അപ്പം ഇതാണ് അതിനകത്ത് നമ്പർ ഇടുന്നതിൻ്റെ ലോജിക്ക്. അപ്പം നമ്പർ ഇടുന്നതിൻ്റെ ലോജിക്ക് ഇതാണ്. ഇനി അതേപോലെ നമ്പർ ഇടാൻ അടുത്ത കോമ്പൗണ്ട് പൊട്ടാസ്യം. അത് കാറ്റയോണിക് കോംപ്ലക്സ് ആണ്, അതിൻ്റെ പറയാം. പിന്നെ അടുത്തത് നമുക്ക് പേരിട്ട് നോക്കാം. ടെട്രാ അമ്മീൻ ഡൈ അക്കോ കൊബാൾട്ട്. ടെട്രാ അമ്മീൻ ഡൈ അക്കോ കൊബാൾട്ട് 3 ക്ലോറൈഡ്. അപ്പം അടുത്ത പേരിടാൻ ഇതാണ് ടെട്രാ അമ്മീൻ ഡൈ അക്കോ കൊബാൾട്ട് 3 ക്ലോറൈഡ്. അപ്പോൾ ടെട്രാ അമ്മീന് നമുക്കറിയാം കൊബാൾട്ടാണ് മെയിൻ ആള്. അപ്പം ഫസ്റ്റ് എന്ത് ചെയ്യുക? കൊബാൾട്ടിന് ഇടുക. ചാർജുള്ള നമ്പറുള്ള ആളാണ് മെയിൻ. ഇനി ഫസ്റ്റ് ആരാണ്? അമ്മീനാണ്. അപ്പം 4 ഉണ്ട്. ടെട്ര എന്ന് പറഞ്ഞാൽ 4 അക്കോ എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. എത്ര? 2. ഡൈ അക്കോ ആണ്. അപ്പോൾ 2 വെള്ളമാണ്, H2O2. അപ്പം കോർഡിനേഷൻ നമ്പർ 6 ആളായി. ഉള്ളിൽ 6 ആളാണ് ഉണ്ടാവുക. റെഡിയായി. ഇനി പുറത്ത് എന്താണ്? ക്ലോറിനാണ്, ക്ലോറൈഡ് എന്നാണ് ലാസ്റ്റ് കാണുന്നത്. ഇനി നമുക്ക് ചാർജ് എത്ര ക്ലോറിൻ ഉണ്ട് നോക്കാൻ വേണ്ടി ചാർജ് നോക്കണം. അപ്പോൾ കൊബാൾട്ടിന് ഇവിടെ തന്നിരിക്കുന്നത് +3 ആണ്. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ളവരുടേത് എന്താണ്? കൊബാൾട്ടിന് ഇത് അവിടെ തന്നിട്ടുണ്ട് 3, അപ്പോൾ +3 ആണ്. ബാക്കിയുള്ളവരുടേത് -3 കിട്ടണം. അമോണിയ 0, വെള്ളവും 0. അങ്ങനെയെങ്കിൽ -3 ഉണ്ടാകണമെങ്കിൽ ഇവിടെ ക്ലോറിൻ 3 ഉണ്ടായേ പറ്റുള്ളൂ. കാരണം ഒരു ക്ലോറിൻ്റെ -1 ആണ്. അപ്പോൾ -1. അപ്പോൾ ഇതാണ് അതിനകത്ത് ഫോർമുല. -1. അപ്പോൾ ബാലൻസ് ആയില്ലേ? ഇവിടെ -3, അപ്പോൾ ഓപ്പോസിറ്റ് +3. അപ്പം ഇതാണ് ഫോർമുല. ഇങ്ങനെ എഴുതാൻ മനസ്സിലായവർ ലൈക്ക് അടിച്ചേ. അപ്പം ഈ രീതിയിൽ വേണം അതിനകത്ത് നിങ്ങൾക്ക് പേരിടാൻ. അപ്പം കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പേരിടൽ ഇങ്ങനെയാണ്. പിന്നീട് അതിനകത്ത് പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അതിനകത്ത് നമ്മൾ പേര് കണ്ടുപിടിച്ച് തന്നെയാണ്. ഇനി കാറ്റയോണിക് കോംപ്ലക്സുകളുടെ പേരിടാനാണ്. അത് നമുക്ക് ഇതിനകത്ത് കാറ്റയോണിക് കോംപ്ലക്സുകൾ ഇനി ഒരുമിച്ച് ഞാൻ പറയുന്നില്ല. നാളെ അതിനകത്ത് കാറ്റയോണിക് കോംപ്ലക്സുകളുടെ പറയാം. അപ്പം നിങ്ങൾ ഇതുകൂടി അതിനകത്ത് എന്ത് ചെയ്യുക? സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൂ. ഈ ഒരു കോമ്പൗണ്ട് അതിൻ്റെ പേര് തന്നിട്ട് തിരിച്ച് നമ്മൾ കോമ്പൗണ്ട് ഉണ്ടാക്കിയത്. ഇനി പേരിടലിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പോയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലിയർ ആവും. ഇനി അതിനകത്ത് ഇതും നമ്മളതിനകത്ത് പേരിട്ടു. ഇതിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പം ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫസ്റ്റത്തെ ആണ്. രണ്ടാമത്തെ നമ്മൾ തൊട്ടിട്ടില്ല. അത് വേറെ ആനിയോണിക് കോംപ്ലക്സ് ആണ്. അതിൻ്റെ പേരിടൽ കുറച്ച് മാറ്റമുണ്ട്. ഓക്കെ. ഇനി പിന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മെറ്റൽ കാർബണിൽസിൻ്റെ ചിത്രം വരയ്ക്കാനുണ്ടാകും. പിന്നെ 2 എക്സാമ്പിളുകൾ പറയാനുണ്ടാകും. എന്ത് ടൈപ്പ് ബോണ്ടിങ് ആണ് ഇതെന്ന് ചോദിക്കും. ഇത് സിനർജിക് ബോണ്ടിങ് ആണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. മെറ്റലിൻ്റെ ചുറ്റും 4 ഓർബിറ്റലുകൾ ഇങ്ങനെ മാർക്ക് ചെയ്യുക. മനസ്സിലായില്ലേ? 4 സൈഡിലേക്ക് 4 കോർണറിലോട്ട് 4 ഓർബിറ്റലുകൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇതിനെ നിങ്ങൾക്ക് ഇതെല്ലാം പൈ ആണ്. ഇത് പൈ സ്റ്റാറുമാണ്. അപ്പോൾ പൈയും പൈ സ്റ്റാറും തമ്മിൽ ഇവിടെ ബോണ്ടിങ് ഉണ്ട്. ഇത് പൈ ബോണ്ടിങ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് പൈ ആണ്, ഇത് പൈ സ്റ്റാർ ആണ്. അപ്പോൾ ഇത് പൈ ബോണ്ടാണ്. ഇനി ഇത് സിഗ്മ ബോണ്ടാണ്. ഇത് മനസ്സിലായി? നേരിട്ട് മെറ്റലിൻ്റെ ഇത് മെറ്റലിലേക്ക് ഇങ്ങോട്ടേക്ക് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാണ്, മെറ്റലിൻ്റെ ഡി ഓർബിറ്റലിലോട്ട്. അപ്പോൾ ഇത് സിഗ്മ ബോണ്ടാണ്. താഴെ പൈ സ്റ്റാർ ബോണ്ടാണ്. അപ്പോൾ ഇവിടെ മെറ്റലും ലിഗാൻഡും തമ്മിൽ പൈ ബോണ്ടും ഉണ്ടാക്കുന്നുണ്ട്, സിഗ്മ ബോണ്ടും ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ബോണ്ടിനെയാണ് നമ്മൾ സിനർജിക് ബോണ്ടിങ് എന്ന് വിളിക്കുക. അപ്പം ഇത് മെറ്റൽ ലിഗാൻഡ് ബോണ്ട് സ്ട്രോങ് ആവും. പക്ഷേ ലിഗാൻഡിൻ്റെ ഉള്ളിലെ ബോണ്ട് എന്താവും? ഇത് കാരണം വീക്ക് ആവും ചെയ്യും. അപ്പം ലിഗാൻഡിൻ്റെ ബോണ്ട് ലെങ്ത് കൂടും, മെറ്റൽ ലിഗാൻഡ് ബോണ്ട് സ്ട്രോങ് ആവും. അപ്പം ഇതിനകത്ത് ചോദിച്ചത് ഗീവ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് സിനർജിക് ബോണ്ടിങ് എന്നാണ്. സിനർജിക് ബോണ്ടിങ്ങിന്റെ പ്രോപ്പർട്ടീസ് പറയാനാണ്. അപ്പം നിങ്ങൾക്ക് സിനർജിക് ബോണ്ടിങ് പറയാൻ വളരെ സിമ്പിളാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. സിനർജിക് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒരു മെറ്റൽ ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. എന്നിട്ട് 4 കോർണറിലോട്ട് 4 വരകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക?
ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഒരു റൗണ്ടും വെച്ച് കൊടുക്കുക. ഇനി കാർബണിൽസിനും നിങ്ങൾ എന്ത് ചെയ്യുക, കാർബണിൽസിന് ഇങ്ങനെ CO എന്നാണ്, അതിനും ഇതുപോലെ 4 ഇതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം ഒരേ ഷേപ്പിൽ വരച്ചാൽ മതി. എന്നിട്ട് ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇവിടുന്ന് എവിടേക്ക് എന്ത് കൊടുക്കുക, ഇങ്ങോട്ടേക്ക് ഒരു ബോണ്ട് കൊടുക്കുക. അപ്പൊ ഇതിന് പൈ സ്റ്റാർ എന്ന് പറയാ, ഇത് പൈ ബോണ്ടാണ്. ഇതെന്താണ്? പൈ ബോണ്ടാണ്. ഇനി ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് ഒരു ബോണ്ട് കൊടുക്കുക. അപ്പൊ ഇത് ഇവിടെയും പൈ സ്റ്റാർ ആണ്. ഈ ബോണ്ട് എന്ത് ബോണ്ടാണ്? പൈ ബോണ്ടാണ്. ഇനി നിങ്ങൾ ഇതിനകത്ത് എന്ത് ചെയ്യുക, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഒരു വര വരക്കുക. ഇനി എന്ത് ചെയ്യുക, ഇനി ഇങ്ങോട്ടേക്ക് ഒരു വര, ഇതാ ഇവിടുന്ന് ഒരു ബോണ്ട് കൊടുക്കണം. ഇവിടെ 2 ആളുണ്ട്, ഇയാളെ ഇങ്ങോട്ടേക്ക് ബോണ്ട് ചെയ്യിപ്പിക്കാം. അപ്പൊ ഇയാളെ ഇങ്ങോട്ടേക്ക് ബോണ്ട് ചെയ്യിപ്പിച്ചു. ഇതോട് കൂടിയിട്ട് ഈ സംഗതി അങ്ങോട്ട് എന്തായി, കഴിഞ്ഞു. ഇനി ഈ ബോണ്ട് എന്തുണ്ട്, ഇത് സിഗ്മ ബോണ്ടാണ്, നടുക്കുള്ള ബോണ്ട്. ഇത് സിഗ്മ ബോണ്ട്, അങ്ങോട്ടേക്ക് പൈ ബോണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്ന സിഗ്മ ബോണ്ടും പൈ ബോണ്ടും ഒരുമിച്ച് വരുന്ന ഈ മെറ്റൽ കാർബണിൽ, ഇതിനെ കാർബണിൽ എന്നാണ് വിളിക്കുക, CO. ഈ മെറ്റൽ കാർബണിൽ ബോണ്ടിനെയാണ് നമ്മൾ സിനർജിക് ബോണ്ടിങ് എന്ന് വിളിക്കുന്നത്. ഇതിനെ ഒരുമിച്ച് നമ്മൾ എന്താ വിളിക്കുക, സിനർജിക് ബോണ്ടിങ്. അപ്പൊ മെറ്റലും കാർബണിലും ചേർന്നുണ്ടാക്കുന്ന ഈ ബോണ്ടാണ് സിനർജിക് ബോണ്ടിങ്. അപ്പൊ ഇത് കാരണം എന്താണ്, ഇവരെ ബന്ധം ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോഴോ ഇതിന്റെ ഉള്ളിലെ ബന്ധം വീക്ക് ആവുന്നുണ്ട്. മനസ്സിലായില്ല? അപ്പുറത്തേക്ക് ഒരു ബന്ധം ഉണ്ടാക്കുമ്പോൾ അതിന്റെ ബന്ധം എന്താവുന്നുണ്ട്, വീക്ക് ആവുന്നുണ്ട്. അപ്പം ലിഗാൻഡിന്റെ ഉള്ളിൽ CO ബോണ്ട് എന്താവും, നീളം കൂടും. ഇത് ബോണ്ട് വീക്ക് ആവും. പക്ഷെ മെറ്റൽ ലിഗാൻഡ് ബോണ്ട് സ്ട്രോങ് ആവും. അതൊക്കെയാണ് അതിൻ്റെ അകത്ത് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. സിനർജിക് ബോണ്ടിങ് എന്താണ്, സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടാക്കും ബിറ്റ്വീൻ മെറ്റൽ ആൻഡ് ലിഗാൻഡ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് 2 മാർക്ക് വാങ്ങിക്കാവുന്നതാണ്. എന്താണ് സിനർജിക് ബോണ്ടിങ്? സിനർജിക് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു മെറ്റൽ, അതായത് ഇപ്പം നമ്മൾ നിക്കൽ ടെട്രാ കാർബണിൽ എന്നൊക്കെ പറഞ്ഞ ഒരു കോമ്പൗണ്ട് പഠിച്ചിരുന്നു. നിക്കലിന്റെ കൂടെ 4 കാർബണിൽ ഗ്രൂപ്പുകൾ. അപ്പൊ ഇതൊരു മെറ്റലാണ്, ഇതൊരു കാർബണിലാണ്. അപ്പൊ ഇത്തരം ബന്ധങ്ങളാണ് മെറ്റൽ കാർബണിൽ കോമ്പൗണ്ടുകൾ. അപ്പൊ ഇതിലെങ്ങനെ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നിക്കല് എന്ത് ചെയ്യും, നിക്കലിന്റെ ചുറ്റും ഇങ്ങനെ, മെറ്റലിന്റെ ചുറ്റും ഇവിടെ 4 ഇങ്ങനെ ഉണ്ടാവും. ഇതിനകത്ത് പൈ ഓർബിറ്റലുകളാണിത്, പൈ ഓർബിറ്റലുകൾ. ഇനി ഇവിടെ CO എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതിനും ഇതുപോലെ പൈ ഓർബിറ്റലുകൾ ഉണ്ടാവും. ഇത് പൈ സ്റ്റാർ ആണ്, ഇത് പൈ ആണെങ്കിൽ ഇത് പൈ സ്റ്റാർ ആണ്. അപ്പൊ ഇത് ഇവിടെ എന്തുണ്ടാവും, ഇങ്ങോട്ടേക്ക് ബോണ്ട് ഉണ്ടാക്കും. ഇനി ഇത് പൈ സ്റ്റാർ, ഇത് പൈ ആണ് കേട്ടോ, ഇത് പൈ. അപ്പൊ ഈ ബോണ്ട് പൈ ബോണ്ട് എന്നാണ് വിളിക്കുക. ഇതിനൊക്കെ എന്താണ്, പൈ ബോണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, അഡീഷണലി ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ ഒരു ഇത് വരച്ചു വെക്കുക, ഇവിടെ ഇതിന്റെ 2 ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യും. അപ്പൊ ഇത് സിഗ്മ ബോണ്ട്. അപ്പൊ മൊത്തത്തിൽ സിഗ്മ ബോണ്ടും പൈ ബോണ്ടും എല്ലാം കൂടി ചേർന്ന ഈ ബോണ്ടാണ് എന്ത്, സിനർജിക് ബോണ്ട്. അപ്പൊ ഇത് കാരണം ഈ ബോണ്ട് എന്താണ്, മെറ്റലും ലിഗാൻഡും തമ്മിലുള്ള, മെറ്റലും കാർബണിലും തമ്മിലുള്ള ബോണ്ട് സ്ട്രോങ് ആണ്. പക്ഷെ കാർബണിന്റെ ബോണ്ട് എന്താണ്, അവിടെ വീക്ക് ആവുകയാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രോപ്പർട്ടീസ്. സിനർജിക് ബോണ്ടിങ്ങിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, മെറ്റൽ ലിഗാൻഡ് ബോണ്ടിന്റെ സ്ട്രെങ്ത് അങ്ങ് കൂട്ടും. കാരണം നോക്കൂ, ഒരു പൈ ബോണ്ട്, ഇവിടെ പൈ ബോണ്ടും ഉണ്ട്, സിഗ്മ ബോണ്ടും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പം 2 ബോണ്ടുകൾ വരുന്നതുകൊണ്ട് തന്നെ ഈ ബോണ്ട് സ്ട്രോങ് ആണ്. മെറ്റൽ കാർബണിൽ ബോണ്ട് സ്ട്രോങ് ആണ്. പക്ഷെ കാർബണിന്റെ ബോണ്ട് എന്താവും, അവിടെ ഇൻസൈഡ് കാർബണിന്റെ ബോണ്ട് ലെങ്ത് കൂടും. പിന്നെ ഇതിന് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ 2 കോമ്പൗണ്ടുകൾ എക്സാമ്പിൾ പറഞ്ഞാൽ മതി. ഒന്ന് ഇതാണ്, നിക്കലിന്റെ കൂടെ 5 കാർബണിൽ വരിക. അപ്പോൾ ഇതാണ് ഇതിനകത്ത് 4 കാർബണിൽ. അയേണിന്റെ കൂടെ 5 കാർബണിൽ വരിക. ഇത് രണ്ടുമാണ് കാർബണിൽ കോമ്പൗണ്ടുകൾക്ക് എക്സാമ്പിൾ. FeCO5ഉം NiCO4ഉം. അപ്പോൾ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, COയുടെ ബ്രാക്കറ്റിന്റെ പുറത്താണ് ഈ 4, അല്ലാണ്ട് CO4 എന്ന് എഴുതരുത്. ഇങ്ങനെയല്ല, COയുടെ പുറത്ത് 4 കാർബണിൽ ഗ്രൂപ്പുകളാണ്. അപ്പം നിക്കലിന്റെ കൂടെ 4 കാർബണിൽ ഗ്രൂപ്പുകൾ. അപ്പൊ ഇങ്ങനെ വേണം എഴുതാൻ. ഇനി മറ്റൊരു എക്സാമ്പിൾ ആണ് ഇരുമ്പിന്റെ കൂടെ 5 കാർബണിൽ ഗ്രൂപ്പുകൾ. അപ്പം ഇതൊക്കെയാണ് മെറ്റൽ കാർബണിൽ കോമ്പൗണ്ട്സിന്റെ എക്സാമ്പിൾ. അപ്പൊ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. സിനർജിക് ബോണ്ടിങ്, അതിന്റെ പടം വരയ്ക്കാൻ സംഭവങ്ങളൊക്കെ വൃത്തിയായിട്ട് വരച്ചു വെക്കുക. അതിനുശേഷം അതിന്റെ പ്രോപ്പർട്ടീസ് ഇവിടെ എഴുതി വെക്കുക. പ്രോപ്പർട്ടീസ് ഓഫ് സിനർജിക് ബോണ്ടിങ്. ഇറ്റ് സ്ട്രെങ്തൻസ് മെറ്റൽ ലിഗാൻഡ് ബോണ്ട്. മെറ്റൽ ലിഗാൻഡ് ബന്ധം അതെന്താക്കും, സ്ട്രോങ് ആക്കും. കാരണം അവിടെ എന്തുണ്ട്, സിഗ്മ ബോണ്ടും ഉണ്ട്, പൈ ബോണ്ടും ഉണ്ട്. പക്ഷേ ദിസ് വീക്കെൻഡ് ലിഗാൻഡിലെ CO ബോണ്ടിനെ വീക്കാക്കും.
ഇങ്ങോട്ടൊരു ബോണ്ട് വരുമ്പോൾ അവിടുത്തെ ബോണ്ട് വീക്കാവും. കാരണം അവിടെ ഇലക്ട്രോൺസ് ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽസിലാണുള്ളത്. അതൊക്കെ കാരണമാണ് അവിടെ ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽ വരുമ്പം അതിൻ്റെ സ്ട്രെങ്ത് എത്രത്തോളം എന്താ പറയുക, അതിൻ്റെ സ്റ്റെബിലിറ്റി കുറയും. ഓക്കെ, അപ്പം ഇതാണ് ഇതിനകത്ത്. മെറ്റൽ ലിഗാൻഡ് ബോണ്ട് സ്ട്രോങ് ആവും ചെയ്യും, എന്നാലോ CO ബോണ്ട് വീക്ക് ആവും ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ്. പിന്നെ അതിൻ്റെ എക്സാമ്പിൾ അതിനകത്ത്. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി അതിനകത്ത് നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ പേരിടാനും പിന്നെ വെർണേഴ്സ് തിയറിയുമായി ബന്ധപ്പെട്ടുള്ള വെർണേഴ്സും ഡബിൾ സാൾട്ടും അങ്ങനെ അതിനകത്ത് കുറച്ച് കാര്യങ്ങളും കൂടി അതിനകത്ത് പറയാനുണ്ട്. പിന്നെ നമുക്ക് അത് തന്നെ. അപ്പം അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് ലീവ് ചെയ്തോളൂ കേട്ടോ അതിനകത്ത്.